നമസ്കാരം. VSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 17ാമത്തെ സെഷനാണ്. ഇന്നത്തെ സെഷനിൽ നമുക്കൊരു ബാങ്കിൽ കസ്റ്റമർ എന്ന് പറയുകയാണെങ്കിൽ, ബാങ്കിനെ സംബന്ധിച്ചോളം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളാണ് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഒരു ബാങ്കിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് തുടങ്ങാം, ഏതൊക്കെ അക്കൗണ്ടുകളാണ് ബാങ്ക് ഡീൽ ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഞാൻ പല വീഡിയോകളിലായിട്ട് ബാങ്കുകളുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ എത്ര തരത്തിലുള്ള ബാങ്കുണ്ട്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാങ്കിൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന അക്കൗണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യവും അതുപോലെ പ്രയോജനങ്ങളും അനുസരിച്ച് ഒരു ബാങ്കിൽ 5 തരത്തിലുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. കൂടുതലുണ്ട്. ഈ 5 തരത്തിലുള്ള അക്കൗണ്ടുകളെ കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ്. രണ്ടാമത്തത് കറണ്ട് അക്കൗണ്ട്. മൂന്നാമത്തത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നാലാമത്തത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. 5 പറയാൻ ഉദ്ദേശിക്കുന്നത് സാലറി അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അതിൽ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ആളുകളുടെ സേവിങ്സ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഫോം ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളാണ് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ. അപ്പോൾ ഇതിൽ ഒരാൾക്ക് സിംഗിളായിട്ടോ ജോയിൻ്റ് ആയിട്ടോ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. സേവിങ്സിൻ്റെ രൂപത്തിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് നേടാവുന്ന ഈ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ വിഡ്രോവലിന്, അതായത് പൈസ പിൻവലിക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇത്ര എമൗണ്ടേ ഒരു ദിവസം പിൻവലിക്കാവൂ, അതുപോലെ ഇത്ര പ്രാവശ്യമേ ഒരു ദിവസം വിഡ്രോവൽ പാടുള്ളൂ എന്നുള്ള ചില റെസ്ട്രിക്ഷൻസ് ഈ അക്കൗണ്ടിലുണ്ട്. നമുക്കറിയാം, ഈ വിഡ്രോവൽ നടത്തുന്നത് ഒന്നുകിൽ ബാങ്കിൽ പോയിട്ട് ബാങ്കിൻ്റെ കൗണ്ടർ വഴി പേ ഇൻ സ്ലിപ്പ് എഴുതി കൊടുത്തുകൊണ്ട് വിഡ്രോ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റായ ചെക്ക് വഴി, അതായത് മറ്റൊരാൾ വഴിയാണ് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചെക്ക് വഴി എന്ന് പറയുന്നത് പേ ഇൻ സ്ലിപ്പാണെങ്കിൽ നേരിട്ടാണ് പൈസ പിൻവലിക്കുക, ചെക്ക് ആണെങ്കിൽ മറ്റൊരാൾ വഴി. അപ്പോൾ ഒന്നുകിൽ ഓർഡർക്കോ ബെയറർക്കോ എമൗണ്ട് കൊടുക്കണമെന്ന് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ ചെക്ക്. അപ്പോൾ ഇങ്ങനെ പേ ഇൻ സ്ലിപ്പ് വഴിയോ ചെക്ക് വഴിയോ വിഡ്രോ ചെയ്യാനും കഴിയുന്ന സാധാരണ സിംഗിളായിട്ടോ ജോയിൻ്റ് ആയിട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റിയ അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. സാധാരണയുള്ള ഫെസിലിറ്റീസ് എല്ലാം, അതായത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്, ATM ഫെസിലിറ്റി, ഡെബിറ്റ് കാർഡ് ഫെസിലിറ്റി, ഇവയെല്ലാം ഈ അക്കൗണ്ടിൽ ഉണ്ടാവും. വർക്ക് ചെയ്യുന്ന വിമൻ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ സ്റ്റുഡൻസിനോ സാധാരണക്കാർക്ക് ഹൗസ് വൈഫിനോ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റിയ അക്കൗണ്ടാണ്. ഈ പറഞ്ഞ പോലെ വിഡ്രോ ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ടിന് വാർഷിക അടിസ്ഥാനത്തിൽ പലിശ കണക്കാക്കും. സാധാരണ 4 മുതൽ 6% വരെ പല ബാങ്കുകളും ഈ അക്കൗണ്ടിന് പലിശ അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ടിന് പലിശ കൊടുക്കാറുണ്ട്. അങ്ങനെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. രണ്ടാമത് ഞാൻ പറഞ്ഞത് കറണ്ട് അക്കൗണ്ടാണ്. ഈ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ്മെൻ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പറഞ്ഞ പോലത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഈ കറണ്ട് അക്കൗണ്ടിൽ ഇല്ല. എത്ര എമൗണ്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ എത്ര എമൗണ്ട് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കുകയും ചെയ്യാൻ പറ്റിയ ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിന് സാധാരണ പലിശ കൊടുക്കാറില്ല. പല
കമ്പനികൾ, റെസ്റ്റോറൻറ്റ്, ക്ലബ്ബുകൾ അവർക്കൊക്കെ ഈ പറയുന്ന അക്കൗണ്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിനകത്ത് ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അഡീഷണൽ ഫെസിലിറ്റീസ്, ചില ഫെസിലിറ്റീസ്, ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് പോലുള്ള ഫെസിലിറ്റീസ് ഈ അക്കൗണ്ടിൽ ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഞാൻ പല വീഡിയോയിൽ കൂടെ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തണം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ലോഡ് വന്നു, ബില്ലിലെ 10 ലക്ഷം രൂപയാണ് ബില്ല് എമൗണ്ട്. പക്ഷേ അക്കൗണ്ടിൽ, കറണ്ട് അക്കൗണ്ടിൽ വെറും 5 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ 10 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ബാങ്കിനോട് പറഞ്ഞാൽ മതി, ഒരു 5 ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റായിട്ട് അനുവദിക്കും. അങ്ങനെ 10 ലക്ഷം രൂപയുടെ ഇടപാട് നടത്താൻ സഹായകരമാകുന്ന ഒരു ഫെസിലിറ്റിയാണ് ഈ പറഞ്ഞ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഇത് ഈ കറണ്ട് അക്കൗണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. കാരണം എന്താ പറയുക, ഇടപാടുകൾ കറണ്ടായിരിക്കണം. ബാങ്കുമായിട്ട് കാലങ്ങളായിട്ട് ഇടപാട് നടത്തുന്നവർക്ക് മാത്രമാണ് ഈ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം ബാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞത്. ഇൻട്രസ്റ്റ് ആദ്യത്തേലുണ്ട്, രണ്ടാമത്തേലില്ല. ആദ്യത്തെ അക്കൗണ്ട് ആർക്ക് വേണോ ഓപ്പൺ ചെയ്യാം, എന്നാൽ കറണ്ട് അക്കൗണ്ട് ബിസിനസ്സുകാർക്ക് മാത്രമുള്ളതാണ്. മൂന്നാമത്തെ അക്കൗണ്ട് ഞാൻ പറഞ്ഞത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. അത് പബ്ലിക് സെക്ടർ ബാങ്കിലോ പ്രൈവറ്റ് സെക്ടർ ബാങ്കിലോ ഈ പറയുന്ന FD അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അതുപോലെ ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഫിക്സഡ്, ഒരു പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക പീരീഡിലേക്ക് നിക്ഷേപിക്കുക ലംസമായിട്ട്. കറണ്ട് അക്കൗണ്ടിലോ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിലോ അക്കൗണ്ടിലോ ഫ്രീക്വൻ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഇവിടെ പറ്റില്ല. ലംസമായിട്ട് ആദ്യമേ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിനൊരു കാലാവധിയും ഉണ്ടാകും. അപ്പോൾ സാധാരണ ആ നിശ്ചിത കാലാവധി കഴിഞ്ഞ് മാത്രമേ ഇത് പിൻവലിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ദീർഘകാലത്തേക്കുള്ള ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിക്ഷേപിക്കുന്ന തുക ഉപയോഗിക്കാം. നേരത്തെ പറഞ്ഞ 2 അക്കൗണ്ടിൽ, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിനേക്കാളും ഇൻട്രസ്റ്റ് കൂടുതലാണ്. കാരണം ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്മേലുള്ള ഇൻട്രസ്റ്റ് ആനുവൽ അല്ലെങ്കിൽ വാർഷികമായിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. സാധാരണ ബാങ്കുകൾ ഇപ്പോൾ 6.5% മുതൽ 7.5% വരെ പലിശ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള ഒരാളിന് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കൂടെ ഓപ്പൺ ചെയ്യാം. സാധാരണ ചെയ്യുന്നത് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആവശ്യാനുസരണം വിഡ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റി ബാങ്ക് അനുവദിക്കുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, ഇത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പർപ്പസ് ഉദ്ദേശിച്ചിട്ടാണ് ഈ ഡെപ്പോസിറ്റ് നടത്തിയതെങ്കിൽ ഇൻട്രസ്റ്റ് പിൻവലിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മന്ത്ലിയോ ഇയർലിയോ വാങ്ങിക്കണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ടിനോട് ആഡ് ചെയ്തിട്ട് പിന്നെ വരുന്ന വർഷങ്ങളിൽ ആ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്ത എമൗണ്ടിന് വീണ്ടും ഇൻട്രസ്റ്റ് കിട്ടും ക്യുമുലേറ്റീവായിട്ട്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള ഒരു അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇത് കാലാവധി കഴിഞ്ഞ് പിൻവലിക്കുന്നതാണ് നല്ലത്. എന്നാൽ അതിന് മുൻപ് വേണമെങ്കിൽ പിൻവലിക്കാം, പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു ലംസമായിട്ടുള്ള എമൗണ്ട് ഒരു നിശ്ചിത പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ആരംഭിക്കാൻ പറ്റിയ അക്കൗണ്ടാണ് FD അക്കൗണ്ട്. ഇതുപോലെ തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ റെക്കറിങ് RD ഡെപ്പോസിറ്റ് അക്കൗണ്ടിന്. റെക്കറിങ് ഈ പേരിൽ നിന്ന് അറിയാം, ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത പീരീഡിലേക്ക് നിക്ഷേപിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് റെക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. 50 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും ഓരോ മാസവും ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചുകൊണ്ട്
ഇത് ഓപ്പറേറ്റ് ചെയ്യാം. മെച്യൂരിറ്റി ഡേറ്റിൽ സാധാരണ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൽ പറഞ്ഞ പോലെ ആ കാലാവധി കഴിഞ്ഞ് പിൻവലിക്കുന്നതാണ് നല്ലത്. കാലാവധിക്ക് മുൻപ് പിൻവലിക്കുകയാണെങ്കിൽ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ് ആ മുഴുവൻ എമൗണ്ടും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒരു പെനാൽറ്റി ബാങ്കിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഈ അക്കൗണ്ടിൻ്റെ. ഈ കാലാവധി എന്ന് പറയുന്നത് 6 മാസം മുതൽ 120 മാസം വരെ ആകാം. ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ ബാങ്കിനും ഓരോ റേറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡെയിലി സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനും ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിനും പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യും. പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ്, എത്ര രൂപ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് നൽകുന്ന ഒരു ഡോക്യുമെൻ്റാണ് പാസ്ബുക്ക്. ഈ പാസ്ബുക്ക് വഴി അറിയാൻ പറ്റും. സാധാരണ റെക്കറിംഗ് ഡെപ്പോസിറ്റിന് ഇപ്പോൾ നിലവിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6.2% മുതൽ 7% വരെയാണ്. ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലംസമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇവിടെ ലംസം വേണ്ട, റെക്കറിംഗ്. ഓരോ മാസവും ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ ഇൻട്രസ്റ്റോട് കൂടി തിരിച്ചു കിട്ടുന്ന സംവിധാനം. ഈ മുകളിൽ പറഞ്ഞ 4 തരത്തിലുള്ള അക്കൗണ്ട്, അതായത് സേവിങ്സ് ബാങ്ക്, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ഇതിനെല്ലാം തന്നെ നോമിനേഷൻ എന്ന് പറയുന്ന ഫെസിലിറ്റി അവൈലബിൾ ആണ്. അറിയാമല്ലോ, ഒരു നോമിനിയെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പേര് അവിടെ കൊടുക്കണം, അതായത് നോമിനേറ്റ് ചെയ്യണം. അതിനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇനി ഒരെണ്ണമാണ് ഞാൻ സാലറി അക്കൗണ്ട് പറഞ്ഞത്. എംപ്ലോയർ റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് എംപ്ലോയർ ബാങ്ക് റിലേഷൻഷിപ്പ്. ഏതൊരു സ്ഥാപനത്തിനും ഇതുപോലെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻസ് ഫ്രീക്വൻ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാവും. ആ ബാങ്കിൽ തന്നെ ആയിരിക്കും എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയും ഈ പറയുന്ന സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എംപ്ലോയിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എംപ്ലോയിക്കുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിലായിരിക്കും എല്ലാ മാസവും എംപ്ലോയർ എംപ്ലോയിയുടെ സാലറി ക്രെഡിറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വിഡ്രോവൽ എങ്ങനെ വേണോ ആവാം. സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഇൻട്രസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസുകളോ റീഎംബേഴ്സ്മെൻറ്റ് എമൗണ്ടോ എല്ലാം ഈ അക്കൗണ്ടിൽ തന്നെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഫെസിലിറ്റീസ്, ATM ഫെസിലിറ്റീസ്, നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് എല്ലാം ബാങ്ക് എംപ്ലോയിക്ക് അനുവദിക്കും. ഇതിനൊന്നും ഒരു ഫീസും ബാങ്ക് സാധാരണ ചാർജ് ചെയ്യാറില്ല. ബാക്കിയുള്ള പേഴ്സണൽ സർവീസുകളായ ലോണോ, നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷനോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനോ ഒക്കെ ഈ അക്കൗണ്ടിൽ ഉണ്ടാവും. കൂടാതെ നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് യൂട്ടിലിറ്റി സർവീസുകളുടെ ബാങ്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ എല്ലാ മാസവും ആ ഡേറ്റിന് ഇലക്ട്രിസിറ്റി ബില്ല് ചെയ്യുക, ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുക, ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡെബിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ചില സർവീസുകൾ കൂടെ ഈ അക്കൗണ്ടിൽ അല്ലെങ്കിൽ സർവീസുകൾ കൂടെ ഈ അക്കൗണ്ടിൽ മേൽ ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. സാധാരണ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ പോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് 2 മുതൽ 4%, 6% വരെ വാർഷിക പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ ഇങ്ങനെ 5 തരത്തിലാണ് സാധാരണ അക്കൗണ്ടുകൾ കണ്ടുവരുന്നതെങ്കിലും 2-3 അക്കൗണ്ടുകളൂടെ പറഞ്ഞു പോകാം. അതിൽ ഒന്നാമത്തെ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡീമെറ്റീരിയലൈസേഷൻ അക്കൗണ്ട്. ഈ ഡീമെറ്റീരിയലൈസേഷൻ അക്കൗണ്ട് സാധാരണ ഓപ്പൺ ചെയ്യുന്നത് സെക്യൂരിറ്റീസോ ഷെയർസും ഒക്കെ ഡിബഞ്ചേഴ്സൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പേപ്പർ വർക്കൊന്നുമില്ല. ഈ ട്രാൻസാക്ഷൻ വഴി മാത്രം ഇടപാടുകൾ നടത്താൻ കഴിയുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട്.
കൂടാതെ വേറൊരു അക്കൗണ്ടാണ് NRI അക്കൗണ്ട്, കേട്ടിട്ടുണ്ടാവാം, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് അക്കൗണ്ട്. അതായത് ഒറിജിൻ ഇന്ത്യയിലും, അതായത് ജനിച്ചു വളർന്നത് ഇന്ത്യയിലും വേറെ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേക അക്കൗണ്ടാണ് NRI അക്കൗണ്ട്. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചിനെ ഇന്ത്യൻ മണിയായിട്ട്, ഫോറിൻ കറൻസിയെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യയിൽ വരുമ്പോഴോ ഇന്ത്യയിൽ ഉള്ള ആൾക്കോ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ ഉള്ള പാകത്തിലായിരിക്കും ഈ NRI അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇനി അവസാനം ആയിട്ട് ഒരു അക്കൗണ്ടും കൂടെ പറഞ്ഞു പോവാം. അവസാനത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത് സീനിയർ സിറ്റിസൺസ് അക്കൗണ്ട് എന്നുള്ളൊരു അക്കൗണ്ടാണ്. അതും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മാത്രം ഫോം ചെയ്തിട്ടുള്ളതാണ്. 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് സീനിയർ സിറ്റിസൺസായിട്ട് കൺസിഡർ ചെയ്യണത്. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് വയസ്സായ ഈ പറഞ്ഞ പോലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു അക്കൗണ്ടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള ഇൻട്രസ്റ്റ് ആണ്. അത് കൂടാതെ ഒരു 0.25% മുതൽ 0.5% വരെ വാർഷിക പലിശ കൂടുതൽ കൊടുക്കും. എല്ലാ ഫെസിലിറ്റീസും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ, അതിലെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ. പക്ഷേ സീനിയർ സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ ഒരു പരിഗണന ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ബാങ്കുകളിൽ ഓപ്പൺ ചെയ്ത് ബാങ്കുകളിൽ ഈ പറഞ്ഞ പോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അക്കൗണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വിഷയവുമായിട്ട് അടുത്ത സൺഡേ എത്തുന്നതായിരിക്കും. താങ്ക് യു.